ഒരു ചെറുപ്പക്കാരന് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ട് ദേഷ്യം വരുമായിരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു ഒരു ദിവസം, മോനെ നിനക്ക് ഇനി ദേഷ്യം വരുമ്പോഴൊക്കെ നീ പുറത്തുള്ള മരം കൊണ്ടുണ്ടാക്കിയ മതിലിൽ പോയി ആണി അടിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനതുപോലെ തന്നെ ദേഷ്യം വരുമ്പോഴൊക്കെ മരം കൊണ്ടുണ്ടാക്കിയ മതിലിൽ പോയി ആണി അടിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ അച്ഛൻ പിന്നീട് ഒരു ദിവസം അവനോട് പറഞ്ഞു, മോനെ നിനക്കിനി ദേഷ്യം വരാതിരിക്കുമ്പോൾ ഈ അടിച്ച ആണിയൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവനും ഇതുപോലെ തന്നെ ദേഷ്യം വരുമ്പോഴൊക്കെ പോയി ആണി അടിക്കും, ദേഷ്യം വരാത്തവർക്ക് പോയി ആണി വലിച്ചെടുക്കും. ഇങ്ങനെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ അവനെ ആണി അടിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവനോട് കാണിച്ചു കൊടുത്തു, മോനെ നീ ദേഷ്യം വരുമ്പോഴൊക്കെ ആണി അടിച്ച് നിന്റെ ദേഷ്യങ്ങളൊക്കെ നീ കുറച്ചു, പക്ഷേ നീ അത് കഴിഞ്ഞ് ദേഷ്യം വരാതിരിക്കുമ്പോഴൊക്കെ നീ ആണി വലിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ ഈ വലിച്ചെടുത്തതിന് ശേഷം അവിടെ ആ മരത്തിനകത്ത് ആ പാട് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. നീ ദേഷ്യം വരുമ്പോൾ ആണി അടിച്ച ആ പാട് അവിടെ തന്നെ കിടപ്പുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദേഷ്യം വരുമ്പോഴൊക്കെ നമ്മൾ ഒരാളുടെ മനസ്സിൽ ആണി അടിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം ഒരു ചെറിയ ജീവിതമാണ്. ഇതിൽ നമ്മൾ ഒരാളുടെ മനസ്സിലൊരു മുറിവുണ്ടാക്കിയിട്ട് നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? അതാണ് സുഹൃത്തുക്കളെ, നമുക്ക് ദേഷ്യം വരുമ്പോൾ പരമാവധി നമ്മുടെ വാക്കുകളും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. താങ്ക് യു.